സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ശുദ്ധമായിരിക്കേണ്ടതാണ്. അതൊരു മതപരമായ ചടങ്ങിന് വേണ്ടിയല്ല, ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി. നമ്മൾ സമൂഹത്തിന് ഉപ്പാണ്, ഭൂമിക്ക് ഉപ്പാണ്, ലോകത്തിന് വെളിച്ചമാണ്. കുടുംബങ്ങളിൽ, രാഷ്ട്രീയത്തിൽ, സകല മേഖലയിലും സഭയാണ് ഇടപെടേണ്ടത്. സഭയിലൂടെയാണ് കർത്താവ് കാര്യങ്ങൾ നടത്തുന്നത്. അതിലൊരു ഭാഗമാകാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ വിളിച്ചവൻ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധമായിരിക്കണം. നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നൊരു വിഷയമുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ വിഷയമാണ്. നമ്മൾ വേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു. നമ്മളെ കീഴടക്കും. അതുകൊണ്ട് ബൈബിൾ ആ മനസ്സിന് വിളിക്കുന്ന പേരാണ് ജഡമനസ്സ്, അല്ലെങ്കിൽ ജഡശരീരം. കാരണം നമ്മൾ കാണുന്ന നമ്മുടെ ശരീരം അതൊരു വിധേയൻ മാത്രമാണ്. ജഡമനസ്സാണ് വില്ലൻ. നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്, നമ്മളെ നിർഗുണന്മാരാക്കുന്നത്, പ്രയോജനമില്ലാത്തവരാക്കുന്നത്, മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളെ പാപത്തിനടിമയാക്കുന്നത് ജഡമനസ്സാണ്. കാരണം ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തു. നോക്കിക്ക്, സകല മേഖലയിലും വാഴേണ്ട മനുഷ്യൻ വീണുപോയി. അവൻ എങ്ങനെയാണ് വാഴുക? ഇരുകാലി മനുഷ്യനെ, നിലത്തൂടെ നടക്കുന്നവനെ, പറക്കുന്ന പക്ഷിയെയും സമുദ്രത്തിലെ വലിയ തിമിംഗലങ്ങളെയും വലിയ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നീ എങ്ങനെ വാഴും? കാരണം നീ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. നിനക്കതിന് കഴിയുമായിരുന്നു. എന്നാൽ എപ്പോൾ പാപം ചെയ്തോ? ഒരു അനുസരണക്കേടെന്നുള്ള കാര്യമുണ്ട്. അതിനപ്പുറം എന്താ സംഭവിച്ചത്? ആത്മാവിലല്ലാതായി. ദൈവത്തോടുള്ള ആ സാദൃശ്യം സ്വരൂപത്തിൽ മങ്ങൽ വന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആത്മാവ് അങ്ങ് ഓഫായിപ്പോയി, മനസ്സങ്ങ് കയറി പ്രബലപ്പെട്ടു. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ജനങ്ങളെന്ന് പറയുന്ന കണക്കാണ് ആത്മാവും മനസ്സും ശരീരവും. ശരീരം വിധേയനാണ്. ആര് ഭരിച്ചോ ആ ഭരണത്തിന് കീഴിൽ വരുന്നു ജനങ്ങൾ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അതേ പാർട്ടിക്കാർ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റെങ്കിൽ കേന്ദ്രം പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ ആത്മാവ് അങ്ങ് പ്രബലപ്പെട്ടിരുന്നെങ്കിൽ, ആത്മാവിലായിരുന്നെങ്കിൽ, സങ്കീർത്തനം 23 പറയുന്ന പോലെ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ആ കവിഞ്ഞൊഴുക്കൽ നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും സ്വാധീനിക്കുകയും നമ്മുടെ മനസ്സ് ജഡമനസ്സല്ല ആത്മമനസ്സായേനെ, ആത്മാവിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന മനസ്സായി മാറിയേനെ, ചിന്തകളായി മാറിയേനെ, വികാരങ്ങളായി മാറിയേനെ. അത് നമ്മളെ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് അടുപ്പിക്കുകയാണ്. യേശു കർത്താവിനെ പരീക്ഷിക്കാൻ ഹെരോദ്യരും പരിസേരും വന്നു. വാക്കിൽ കൊടുക്കാൻ വേണ്ടി ഒരു നാണയം കാണിച്ചു. ഗുരു, കൈസറിന് ടാക്സ് കൊടുക്കണോ വേണ്ടേ? കർത്താവ് പറഞ്ഞു, ഒരു കോയിൻ കൊണ്ടുവാ, നാണയം കൊണ്ടുവാ. കൊണ്ടുവന്നു. ഇതിലെ മേലെഴുത്തും സ്വരൂപവും ആരുടേതാ? കൈസറിൻ്റെതാ. കൈസർക്കുള്ളത് കൈസർക്കോട്, ദൈവത്തിനുള്ളത് ദൈവത്തിനോട്. നീ ആരുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ടവനാണ്? നീ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ടവനാണ്. നീ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ ദൈവത്തിനുള്ളത് നമ്മൾ ദൈവത്തിന് കൊടുത്താൽ, ദൈവത്തിന് കീഴടങ്ങിയാൽ ഈ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിന് കീഴടങ്ങുകയും പാപികളെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുകയും ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പി.
ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടടുത്ത് വരും. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, അവൻ്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. അതിനെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനം പറയുന്നത്, ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായെങ്കിൽ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പോൾ ആ ജീവിപ്പിക്കുന്ന ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നു, നമുക്ക് ജീവൻ തന്നു. ആ ജീവൻ കെട്ടുപോകരുത്, കെടുത്ത് കളയരുത്. നമ്മൾ അതിനെ ഫീഡ് ചെയ്യണം. വചനധ്യാനം, പ്രാർത്ഥന, ഉപവാസം, അത് പ്രബലപ്പെടുന്ന അനുസരിച്ച് മനസ്സ് പ്രബലപ്പെടുകയില്ല, മനസ്സ് ക്ഷീണിക്കും. അപ്പോൾ ജഡമനസ്സെന്നുള്ളത് മാറും. നമുക്ക് സകലത്തെയും വാഴുന്ന രീതിയിലേക്ക് ദൈവം നമ്മളെ മാറ്റും. പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരോടൊക്കെ ഉപദേശിച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് കെട്ടുപോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം മനുഷ്യരുടെ മോഹത്തിനല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കും. നോക്കിക്ക്, പാപം വിട്ടൊഴിയാൻ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. അത് ഈ മതപരമായ ചടങ്ങിലൂടെ ശരീരത്തെ പീഡിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല. ഉപവാസം, പ്രാർത്ഥന, അത് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. ആ പവർ തന്നിട്ടുണ്ട്, കൃപ തന്നിട്ടുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുക. വചനധ്യാനം, വചനധ്യാനത്തിലൂടെ വെളിപ്പെടുന്ന ആത്മീയ ആഹാരം ഭക്ഷിക്കുക. യിരെമ്യാവ് പറയുന്നു, ഞാൻ അങ്ങയുടെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. പിന്നെ മനസ്സിന് കഷ്ടം വരുത്തക്ക കണക്കുള്ള വിഷയങ്ങൾ. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമുക്ക് മനുഷ്യരുടെ മോഹം എന്ന് മാറിയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പിടികിട്ടും. അല്ലാതെ ദൈവം നമ്മളെ ഉപദ്രവിക്കുകയാണോ, കഷ്ടപ്പെടുത്തുകയാണോ? അല്ല. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കാൻ സമർപ്പിക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളാണിത്. അത് നമ്മുടെ നാശത്തിനല്ല, യേശുവിനോട് സദൃശ്യനാകാനാണ്. നമ്മുടെ അവയവങ്ങളിൽ ദൈവത്തിന് ഫലം കായ്ക്കാനാണ്. ഇനി പാപമോഹങ്ങൾ, പാപരാഗങ്ങൾ, പാപത്തിൻ്റെ സ്വഭാവം, അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു? അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, സംഖ്യാപുസ്തകത്തിൽ പാപം ചെയ്ത മനുഷ്യനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ശത്രുവായ സാത്താൻ സിംഹത്തെ എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരഞ്ഞെടുക്കുന്നു. വേറൊരു സ്ഥലത്ത് പറയുന്നു, സാത്താന് ഇടം കൊടുക്കരുത്, സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. അപ്പം ഇന്ന് സാത്താനാൽ ഇൻഫ്ലുവൻസ്ഡായി സ്വാധീനിക്കപ്പെട്ട് പാപം ചെയ്താൽ എന്ത് ചെയ്യണം? അന്നവർ പിത്തള സർപ്പത്തിലോട്ട് നോക്കി. മോശ പറഞ്ഞു, പിത്തള സർപ്പത്തിലോട്ട് നോക്കിക്കോ, നോക്കുന്നവൻ മരിക്കില്ല, ജീവിക്കും. യോഹന്നാൻ 3 കർത്താവ് പറഞ്ഞു നിക്കോദെമോസിനോട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടത് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാണ്. അങ്ങനെ അവൻ ഉയർത്തപ്പെട്ടു. ഇപ്പം നോക്കുക എന്നുള്ളതിനപ്പുറം ഗ്രഹിക്കുക എന്നുള്ള ലെവലിലേക്ക് വന്നിരിക്കുന്നു. കാരണം നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. വചനം നമുക്ക് കയ്യിൽ തന്നിരിക്കുകയാണ്, അതിൻ്റെ പൊരുൾ തിരിച്ചു തന്നിരിക്കുകയാണ്. അത് ഗ്രഹിക്കുക. എന്താണ്? ജഡശരീരം. ചത്ത പാമ്പിനെ നോക്കിക്ക്, ജഡശരീരം. നമ്മുടെ ജഡ മനസ്സ് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ഇനി പാപത്തിന് എൻ്റെ മേൽ ഒരു സ്വാധീനവുമില്ല. ന്യായപ്രമാണകാലം വരെ പാപം ഉണ്ടായിരുന്നു. പക്ഷെ ന്യായപ്രമാണം ഇല്ലാത്തപ്പോൾ പാപം കണക്കിട്ടില്ല. പക്ഷെ പാപം ഉണ്ടായിരുന്നു. അപ്പം പാപമാണെന്ന് അറിയാതെ മനുഷ്യൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. കോപം, വഴക്ക്, തമ്മിലടി, ബഹളം, അസൂയ, ദുഷ്ടത. പ്രമാണം വന്നപ്പോഴോ ഇതൊക്കെ തെറ്റാണെന്നറിഞ്ഞു, പക്ഷെ പാപം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒന്ന് അറിയാതെ
പാവപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു, 2 അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് അവയവങ്ങളിൽ മരണത്തിന് ഫലം കായ്ച്ചത്. വിശ്വസിക്കുന്നവരാൽ എന്തൊക്കെ നടക്കും? എന്താണ് നടക്കാൻ കഴിയാത്തത്? അതെല്ലാം ബ്ലോക്കായി. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ട നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുന്ന ലെവലിലേക്ക് താഴ്ത്തപ്പെട്ടു. അതിന് മാറ്റം വരുന്നു ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. റോമാലേഖനം 7-ാം അധ്യായം പറയുന്നു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും യേശുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ മാത്രമേ ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുള്ളൂ. മനുഷ്യനെന്നാണ് പറയുന്നത്, യഹൂദനെന്നല്ല, ലോകത്തുള്ള സകല മനുഷ്യനും, സൂര്യൻ്റെ വെട്ടവേൽക്കുന്ന എല്ലാ മനുഷ്യനും. സങ്കീർത്തനം 19 പറയുന്നു, അതിൻ്റെ ചൂടേൽക്കാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സകല മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് ഈ ന്യായപ്രമാണം. അത് അമേരിക്കക്കാരനായാലും ആദിവാസിയായാലും ന്യായപ്രമാണമുണ്ട്, അതിൻ്റെ ചൂടുണ്ട്. പക്ഷെ ഓർക്കുക, മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട്. അവൻ മരിച്ചുവെങ്കിലോ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കും. അങ്ങനെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നമ്മളും യേശുവിൻ്റെ ശരീരമുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. കണ്ടോ? ഇത് നിരന്തരമായിട്ട് ധ്യാനിക്കേണ്ടതാണ്, നിരന്തരമായിട്ട് ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ടതാണ്. യാക്കോബിൻ്റെ ലേഖനം കൂടെ ചേർത്ത് വായിച്ചാൽ, ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ തക്കവണ്ണം സൽഗുണപൂർണനായ പുരുഷനാവും. മിണ്ടാതിരിക്കരുത്. നമ്മൾ മിണ്ടില്ല, പിന്നെ ആര് മിണ്ടും? ദുഷ്ടനെയും പകയനെയും മിണ്ടാതാക്കാൻ നമ്മുടെ അധരം തുറക്കണം, അല്ലെ അവൻ മിണ്ടും, നമ്മുടെ വായടഞ്ഞു പോകും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും സ്തോത്രം പറയുക, സ്തുതിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആ അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയും. എത്ര കൂരിരുട്ടാണെങ്കിലും, കൊടുങ്കാടാണെങ്കിലും, പ്രളയമാണെങ്കിലും, ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ അധരം തുറക്കുക, പ്രാർത്ഥിക്കുക, സ്തുതിക്കുക. ഇത് എന്തടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യണം? ഇതാണ് ശരീരം മാത്രം കാണുന്ന നമ്മൾ ആത്മാവും മനസ്സുമുണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെ ഇതും വിശ്വസിച്ച് ചെയ്യേണ്ടതാണ്. ചെയ്താൽ ഫലം കാണും. നമ്മൾ ഫലം കാണുമെന്ന് മാത്രമല്ല, നാം പലർക്കും ഒരത്ഭുതമാകും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം കൃപ നൽകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.